നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സുഖിപ്പിക്കാൻ കണ്ണൂരിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനായിട്ടുള്ള വിജിൽ മോഹനന്റെ റിനിയെ തോണ്ടിക്കൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്. റിനി കണക്കിന് കൊടുത്തു എന്നൊന്നും പറയാതെ വയ്യ, അങ്ങ് പൊളിച്ചടക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് വിജിൽ മോഹനന്റെ പോസ്റ്റ് ഒന്ന് നോക്കാം. പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കളെ, ഇന്നലെ സത്യപ്രതിജ്ഞ ചടങ്ങായിരുന്നു. കഴിഞ്ഞ 10 വർഷക്കാലമായി നമ്മളും നമ്മുടെ സഹപ്രവർത്തകരും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്തിയ ഒരുപാട് സമരങ്ങളുടെയും ചെറുത്തുനിൽപ്പുകളുടെയും ഫലമായുള്ള സന്തോഷ നിമിഷമായിരുന്നു അത്. നമ്മുടെ എത്ര സഹപ്രവർത്തകരാണ് ക്രൂരമായി മർദ്ദിക്കപ്പെട്ട് തെരുവിൽ കിടന്നത്, എത്ര സഹപ്രവർത്തകരാണ് ദിവസങ്ങളോളം ജയിലിൽ കിടന്നത്. അതിൽ മഹിളാ പ്രവർത്തകരും ഉണ്ടായിരുന്നു. അവർ ഉൾപ്പെടെ ഇന്നലെ തലസ്ഥാന നഗരിയിലേക്ക് ഒഴുകിയെത്തി. പന്തൽ 25,000 പേരെ മാത്രം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരുന്നുവെങ്കിലും 2.5 ലക്ഷം ആളുകളാണ് ഇന്നലെ തിരുവനന്തപുരത്തേക്ക് എത്തിയത്. അവിടെ വന്ന എല്ലാവർക്കും അറിയാമായിരുന്നു അകത്ത് കയറാൻ സാധിക്കില്ലെന്ന്. കയറാൻ കഴിയാത്ത ഒരുപാട് സഹപ്രവർത്തകർ പുറത്തു നിന്നു. നമുക്കാർക്കും പരാതിയില്ല, കാരണം നമുക്ക് അവിടെ ഒന്ന് എത്തിയാൽ മതി. നമ്മുടെ മനസ്സിൽ കണ്ടോളാം ശ്രീ VD സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അത്രയധികം നമ്മൾ കാണാൻ കാത്തിരുന്ന കാഴ്ചയായിരുന്നു അത്. നമ്മുടെ പല സഹപ്രവർത്തകർക്കും ഒന്നാം പന്തൽ ഇരിപ്പിടത്തിലേക്ക് പോലും എത്താനോ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനോ കഴിയാതിരുന്നപ്പോൾ എങ്ങനെയാണ് VIP പാസ് നേടി റിനി ആൻഡ് ജോർജിനെ പോലെ ഒരു പാർട്ടിക്കെതിരെ സംസാരിക്കുകയും പാർട്ടിക്ക് ഇത്രമാത്രം പേരുദോഷം ഉണ്ടാക്കുകയും ചെയ്ത ഒരാൾ അകത്ത് കയറി കൂടിയത്? ഇവിടെ നമുക്ക് ചെറുതായിട്ട് പറഞ്ഞു പോകേണ്ടതുണ്ട്. അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ നേതാക്കൾക്ക് തോന്നിക്കാണും റിനി ആൻഡ് ജോർജ് ഒരു VIP ആണെന്ന്. നിങ്ങളെക്കാൾ ആ റിനി ആൻഡ് ജോർജ് ആണ് അവർക്ക് പ്രധാനം എന്ന് അവർക്ക് തോന്നിക്കാണും. മാത്രമല്ല, നിങ്ങളെക്കാൾ കുറച്ചുകൂടി പാർട്ടിക്ക് ഗുണപരമായിട്ടുള്ളത് അല്ലെങ്കിൽ കുറച്ചുകൂടി പാർട്ടിക്ക് സംഭാവന ചെയ്തിട്ടുള്ള ഒരു വ്യക്തി അത് റിനി ആൻഡ് ജോർജ് ആണെന്ന് തോന്നിക്കാണും. തീർച്ചയായിട്ടും അങ്ങനെയല്ലേ? രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഒരു അശ്ലീലത്തെ ചൂണ്ടിക്കാണിച്ചു തരികയും കോൺഗ്രസിന് വലിയ അപകടം സൃഷ്ടിക്കുമായിരുന്ന ആ നേതാവിനെ പുറത്താക്കാൻ സഹായിക്കുകയും ചെയ്തത് റിനി ആൻഡ് ജോർജ് അല്ലേ? റിനി ആൻഡ് ജോർജ് നടത്തിയ പ്രതികരണത്തെ തുടർന്നല്ലേ ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ഈ വ്യക്തിയുടെ ഞരമ്പൻ സ്വഭാവങ്ങൾ പുറത്തേക്ക് വന്നത്? അയാൾ മൂലം പല രീതിയിലുള്ള ദുരനുഭവങ്ങൾ നേരിടേണ്ടി വന്ന പല സ്ത്രീകളും പലതും തുറന്നു പറഞ്ഞ് രംഗത്തേക്ക് വന്നത്. ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് വിവാഹ അഭ്യർത്ഥന നടത്തി ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തിയവനാണ് ഈ രാഹുൽ മാങ്കൂട്ടം. ആ വിഷയത്തിൽ ഇപ്പോഴും അദ്ദേഹത്തിന് ഒരു പ്രതികരണം നടത്താനോ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനോ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു കൊടും ക്രിമിനലായ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിക്കാൻ സഹായിച്ചു എന്നുള്ളതാണ്. അത് VD സതീശന് വലിയ ഗുണം ചെയ്തു എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതാണ് UDFന് സ്ത്രീ വോട്ടുകൾ കൂടുതൽ ലഭിക്കാൻ കാരണമായത്. അതായത് അത്തരത്തിലൊരു ആരോപണം വന്നപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക മാത്രമല്ല ചെയ്തത്, രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹം സ്വീകരിച്ചു എന്നുള്ളതാണ്. അതൊരു നല്ലൊരു കാര്യമായിട്ടാണ് ഞാൻ ഇപ്പോഴും കാണുന്നത്. റിനിക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. അതിജീവിതകൾക്കൊപ്പം ഈ വിഷയത്തിൽ VD സതീശൻ നിന്നു എന്നുള്ളതാണ്. ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ന ആ ദൃശ്യമൊക്കെ എല്ലാവരും കണ്ടു കാണും. പുറത്തായിരുന്നു, ആ വേദിയിലേക്ക് കയറാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് അവിടെ നിന്ന് ഇങ്ങനെ നോക്കി കാണേണ്ടി വന്നു. അപ്പോൾ രാഹുൽ കണ്ടത് എന്താണ്? അതായത് റിനി ആൻഡ് ജോർജ് പ്രധാനപ്പെട്ട നേതാക്കൾക്കൊപ്പം അവരുടെ പല മുഖ്യമന്ത്രിമാർക്കൊപ്പം ഒക്കെ നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. എന്തുകൊണ്ട് റിനിക്ക് അത് സാധിക്കുന്നു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റിനി ചെയ്തതാണ് ശരിയെന്ന ഉത്തമ ബോധ്യം ഇവരുടെ നേതാക്കൾക്കുണ്ട്. ഈ റിനിയെ വിമർശിക്കുന്ന ആളുകൾക്ക് അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളെ വേട്ടയാടുക എന്നുള്ളതാണ്. ഞാൻ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് മാധ്യമപ്രവർത്തകർ, വനിതാ മാധ്യമപ്രവർത്തകരിൽ ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് മാധ്യമങ്ങളിൽ ഇല്ലേ? ഏറ്റവും കൂടുതൽ അപമാനിക്കപ്പെടുന്നത് വനിതാ മാധ്യമപ്രവർത്തകരില്ലേ? സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയുള്ള സ്ഥലമായി സോഷ്യൽ മീഡിയ മാറുക. ആരെയും അപമാനിക്കരുത്. ഞങ്ങളുടെ നിലപാട് നേരത്തെ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് നിലപാട്. ഒരു സ്ത്രീയെയും ഒരാളെയും അപമാനിക്കരുത്. ആളുകളെ അപമാനിക്കാനുള്ള സ്ഥലമല്ല സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് ചെയ്യരുതെന്നാണ് എൻ്റെ വിനീതമായ അഭ്യർത്ഥന എല്ലാ ആളുകളോടും. എത്രയോ മാധ്യമപ്രവർത്തകരാണ്, സ്ത്രീകളായ മാധ്യമപ്രവർത്തകരാണ് എന്തെല്ലാം മോശമായ വാക്കുകൾ ഉപയോഗിച്ചാണ് അവരെ അവമാനിക്കുന്നത്. അതിനൊക്കെ കേന്ദ്രം എവിടെ നിന്നായിരുന്നു കൂടി അന്വേഷിച്ചു. ഇന്ന് തന്നെ VD സതീശൻ ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുന്ന ഒരു പറ്റം ആളുകളെ പറ്റി സംസാരിക്കുന്ന കാഴ്ചയുണ്ട്. സത്യത്തിൽ VD സതീശ, നിങ്ങളുടെ ഈ വിജിൽ മോഹനനെ പോലുള്ള ആളുകളെയൊക്കെയാണ് ആദ്യം നിലക്കിരുത്തുന്നത്. ഈ റിനി ആൻഡ് ജോർജ് ഒരു മാധ്യമപ്രവർത്തകയാണ്. ആ മാധ്യമപ്രവർത്തകയെ വേട്ടയാടുന്ന വിജിലിനെ മുഖ്യമന്ത്രിക്ക് ഒന്ന് കാണിച്ചു തരികയാണ്. അതുകൊണ്ട് വലിയ രീതിയിൽ ഇങ്ങനെയൊക്കെ മാധ്യമപ്രവർത്തകരെ, വനിതാ മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്ന ഒരു വലിയ വിഭാഗമുണ്ട്. അവരല്ലേ ഏറ്റവും കൂടുതൽ വേട്ടയാടപ്പെടുന്നു എന്നൊക്കെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ഈ ഇത്തരം വിജിൽ മോഹനന്മാരോടാണ്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളോടാണ്. അവരോട് എന്നിട്ട് പറയണം, മാധ്യമപ്രവർത്തകരെ, വനിതാ മാധ്യമപ്രവർത്തകരെ ഇങ്ങനെയൊന്നും വേട്ടയാടരുത്. എന്നൊക്കെ ഒരു ഏറ്റവും തരം താഴ്ന്ന ഒരു വേട്ടയാടലാണ്. ഇനി ബാക്കിയോട് വായിക്കാം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സംഘടനാ പ്രവർത്തനങ്ങളിലും പ്രചാരണ പ്രവർത്തനങ്ങളിലും നടന്ന ജ്യോതി വിജയകുമാറിനെ പോലുള്ള ആളെ പോലും പോലീസ് തടയുന്നത് നമ്മൾ കണ്ടു. എന്നാൽ റിനി ആൻഡ് ജോർജിനെ ആരും തടഞ്ഞില്ല എന്ന് പറയുകയാണ്.
അപ്പോൾ വി ഡി സതീശൻ അത്രത്തോളം വേണ്ടപ്പെട്ട ഒരാളാണ് റിനി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വിജിൽ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് ആക്രമിക്കുകയാണ് ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വി ഡി സതീശനെ കണ്ടില്ലേ. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടുന്നു, വരൂ വി ഡി സതീശനെ ആക്രമിക്കൂ എന്ന രീതിയിൽ. പണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നിലപാട് സ്വീകരിച്ചപ്പോഴും ഇന്നത്തെ മുഖ്യമന്ത്രിയായിരിക്കുന്ന അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന വി ഡി സതീശൻ ഒരുപാട് രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതും സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെയാണ്. എന്നിട്ട് ബാക്കി കൂടി വായിക്കുക. എങ്ങനെ പറയുകയാണ്, അവർ വേദിയിൽ വരെ എത്തി, അതീവ സുരക്ഷയുള്ള തെലങ്കാന മുഖ്യമന്ത്രിയോടൊപ്പം ഫോട്ടോ എടുത്തു. വിജയിച്ചു വന്ന UDF-ന്റെ MLA-മാരിൽ പലർക്കും പോലും ഇന്നലെ ആ വേദിയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. അതായത് രാഹുൽ മാങ്കൂട്ടത്തിന് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. രാഹുൽ ആ വേദിയിൽ കയറിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെ കയറി ഒരു ഫോട്ടോ എടുത്തായിരുന്നെങ്കിൽ തീർന്നാനെ. UDF സർക്കാരിന്റെ വെട്ടിക്കെട്ട് തീരുമായിരുന്നു. എന്തായാലും വി ഡി സതീശനെ അടുപ്പിച്ചില്ല എന്നുള്ളതാണ്. ബാക്കി കൂടി വായിക്കാം. ഇത് മുഖ്യമന്ത്രിയോ ഏതെങ്കിലും മന്ത്രിമാരോ അറിഞ്ഞ് ചെയ്തതാണെന്ന് ഞാൻ കരുതുന്നില്ല. ഏതെങ്കിലും ഓഫീസിൽ ഒരു പണിയുമില്ലാതെ ഇരിക്കുന്ന ആരെങ്കിലും ഒപ്പിച്ച പാസ്സായിരിക്കണം ഇത് എന്നൊക്കെയാണ് പറയുന്നത്. ആ ആളിനോടും ആ ആളുകൾക്ക് മുകളിലുള്ള എല്ലാ പ്രിയപ്പെട്ട നേതാക്കളോടുമാണ് എനിക്ക് പറയാനുള്ളത്, ഇത്തരം അവതാരങ്ങളെ സൂക്ഷിക്കണം. അത് വി ഡി സതീശനോടൊരു ഒളിയമ്പാണ്. ഇത്തരം ആളുകൾ ഓഫീസിലേക്ക് കടന്നു കയറിയതിന്റെ ഫലം കോൺഗ്രസ് നന്നായി അറിഞ്ഞതാണ്. സ്വപ്നയും സരിതയും കയറിയതിന്റെ ഫലം രണ്ട് മുൻ മുഖ്യമന്ത്രിമാർ അനുഭവിച്ചതും നമുക്കറിയാം. നീതിമാനായ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയത് നമ്മൾ മറന്നിട്ടില്ല. ഈ വേട്ടയാടിയതൊക്കെ നിങ്ങളുടെ പാർട്ടിയിലുള്ള ആളുകൾ തന്നെയാണ് വിജിലെ. പിന്നെ വിജിൽ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഒരു വേട്ടയാടലാണ്. ഇനി ബാക്കി കൂടി വായിക്കാം. ഇത്തരം അവതാരങ്ങൾ എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. അധികാരമുള്ളപ്പോഴെല്ലാം വരും. ഇവളാണ് പറവൂരിൽ വി ഡി സതീശനെതിരെ സംഘടിപ്പിച്ച സ്ത്രീകളുടെ യോഗത്തിൽ ശൈലജ ടീച്ചർ മുഖ്യാതിഥിയായ ചടങ്ങിൽ ഷൈൻ ടീച്ചറോടൊപ്പം പങ്കെടുത്തത്. അന്ന് അവൾ കോൺഗ്രസ് വിരുദ്ധ വേദിയിലായിരുന്നു. കോൺഗ്രസിനെ കളിയാക്കിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നതും നമ്മൾ കണ്ടതാണ്. എവിടെയാണ് കളിയാക്കിയത്? CPM-ലേക്ക് ഞാനില്ല, ഞാനൊരു കോൺഗ്രസ്സുകാരിയാണെന്നല്ലേ റിനി എന്ന് പറഞ്ഞത്. പിന്നെ അത് വി ഡി സതീശനെതിരായിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ക്രിമിനലിനെതിരായിട്ടുള്ള ഒരു വലിയ രീതിയിലുള്ള പ്രതിഷേധമല്ലേ അവിടെ സംഘടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി കോൺഗ്രസിനകത്തുള്ള മറ്റു പാർട്ടിയിലുള്ള പല പെൺകുട്ടികളോടും കാണിച്ചിട്ടുള്ള പല രീതിയിലുള്ള ഞരമ്പൻ സ്വഭാവങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ പ്രതിഷേധമായിരുന്നില്ലേ? ഇത്തരം ജനപ്രതിനിധികളെ ചവിട്ടി പുറത്താക്കണമെന്ന് പറഞ്ഞ് CPM നടത്തിയ ഒരു പരിപാടിയിലല്ലേ റിനി പങ്കെടുത്തത്. റിനി എന്ന് പറയുന്ന ധീര വനിത അത്തരം പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ചിലർക്ക് ചൊറിയും. കാരണം ഇത്തരം ക്രിമിനലുകളെ മൂട് താങ്ങി നടക്കുന്ന പല ആളുകൾക്കൊക്കെ ചൊറിച്ചിലുണ്ടാവും, സ്വാഭാവികമാണ്. പിന്നെ വി ഡി സതീശൻ തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഘട്ടത്തിലേക്ക് സഹായിച്ചിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കാരണം 3.5 വർഷം മുമ്പ് റിനി തന്നെ ഒരു പരാതി മാങ്കൂട്ടത്തിനെതിരെ വി ഡി സതീശന് കൊടുക്കുമ്പോൾ വി ഡി സതീശനെ പിതാവിനെ പോലെയാണ് റിനി കാണുന്നതെന്ന് പറയുന്നു, റിനിയെ മകളെ പോലെയാണ് വി ഡി സതീശൻ കാണുന്നതെന്ന് പറയുന്നു. അന്ന് ഒരു നിലപാടും ഒരു രീതിയിലുള്ള നടപടിയും രാഹുലിനെതിരെ സ്വീകരിച്ചില്ല. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസിന് അധ്യക്ഷനാകുന്നത്, അദ്ദേഹം പാലക്കാട് MLA-ക്കായി മാറുന്നത്. അപ്പോ സ്വാഭാവികമായി അന്ന് അങ്ങനെ നിലപാട് സ്വീകരിച്ചില്ല. പിന്നീട് ഈ വി ഡി സതീശൻ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് അത് പാർട്ടിക്ക് വേണ്ടിയാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം രാഹുലിനെ പോലെ ഒരാളെ ചുമന്നുകൊണ്ട് പോയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ തിരിച്ചടി നേടും എന്ന ഒരു തിരിച്ചറിവിൽ നിന്ന് അദ്ദേഹത്തിന്റെ ബുദ്ധി പ്രയോഗിച്ച് അദ്ദേഹം നടത്തിയ ഒരു നീക്കമായിട്ടാണ് ഞാൻ അതിന് ഇപ്പോഴും കാണുന്നത്. മാനസികമായിട്ട് അദ്ദേഹത്തിന് ഇപ്പോഴും അദ്ദേഹത്തെ മാറ്റി നിർത്താൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അദ്ദേഹത്തിന് കഴിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താവട്ടെ, എന്നിട്ട് എഴുതുകയാണ്. എന്നിട്ടും ഇവളെ പോലുള്ള ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന ഏതെങ്കിലും ഓഫീസിലെ ജീവനക്കാരുണ്ടെങ്കിൽ അവരോട് ഞങ്ങൾ പറയും, നിങ്ങൾ ഉണ്ടാക്കിയെടുത്തതല്ല ഈ സർക്കാർ, ഞങ്ങൾ തെരുവിൽ സമരം ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ഈ സർക്കാർ. ആ സർക്കാരിനെ തകർക്കാനുള്ള ഇത്തരം അവതാരങ്ങളുടെ ഒരു ശ്രമത്തെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നാണ് എന്തായാലും ഈ നമ്മുടെ വിജില് പറയുന്നത്. വിജിലെ, ഈ റിനി ആൻഡ് ജോർജ് അന്ന് അങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടം വലിയൊരു ഫാക്ടറായി മാറുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടം UDF-നെ തകർത്ത് തരിപ്പണമാക്കി കളയുമായിരുന്നു. അതുകൊണ്ട് റിനി തന്നെയാണ് താരം. റിനി മൂലമാണ് സ്ത്രീകളെ നിങ്ങൾക്ക് അടുപ്പിക്കാൻ കഴിഞ്ഞു. ഇനി റിനിയുടെ മറുപടി ഒന്ന് കാണാം. കാരണം അടിച്ചു പോയിക്കുന്ന ഒരു മറുപടിയാണ് റിനി കൊടുത്തിട്ടുള്ളത്. അതുകൂടി നോക്കാം. ഒരു പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ പോലെയുള്ള പാവനമായ ചടങ്ങിൽ ഒരു പെൺകുട്ടിയെ വളഞ്ഞിട്ട് കൂവി വിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തിട്ടും രക്തം തിളയ്ക്കാത്ത പലർക്കും രേവന്ത് റെഡ്ഡിയുമായി ഒരു ഫോട്ടോ എടുത്തെന്ന് കണ്ടപ്പോൾ രക്തം തിളയ്ക്കുന്നുണ്ട് എന്നറിഞ്ഞതിൽ സന്തോഷം. ഇങ്ങനെ തന്നെ ആയിരിക്കണം രാഷ്ട്രീയ പ്രവർത്തനം. മാതൃക രാഷ്ട്രീയ പ്രവർത്തകർ. എന്നെ അവതാരം എന്ന് വിളിച്ചു കളിയാക്കുന്നവർക്കായി അതെ, ഞാൻ അവതാരം തന്നെയാണ്. ദുഷ്ടശക്തികളെ നിഗ്രഹിക്കാൻ നിയോഗിക്കപ്പെട്ട അവതാരം എന്നാണ് റിനിയുടെ മാസ് ഡയലോഗ്. റിനി എന്ന ചടങ്ങിൽ പങ്കെടുക്കാൻ വന്നപ്പോൾ കുറെ ആളുകൾ കൂവി വിളിച്ചിരുന്നു. ഒരു സ്ത്രീയെ അങ്ങനെ കൂവി വിളിച്ചിട്ട് പോലും ഇടപെടാൻ കഴിയാത്തവനൊക്കെ രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്ന് തന്നെയാണ് റിനി ചോദിക്കുന്നത്. മാത്രമല്ല, ഈ ഇത്തരം മലിനമായിട്ടുള്ള ക്രിമിനലുകളെയൊക്കെ പൂട്ടാൻ വേണ്ടി അവതാരമെടുത്ത ഞാനൊരു അവതാര സ്ത്രീ തന്നെയാണ് എന്ന് കൂടി മറുപടി കൊടുക്കുകയാണ്. എന്തായാലും റിനിയെ സംരക്ഷിക്കുന്നത് വി ഡി സതീശനാണെന്ന് വരുത്തി തീർക്കാൻ ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. നിഖിൽ പൈലിയൊക്കെ രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ കുറെ ആളുകളൊക്കെ വന്നിട്ടുണ്ട് റിനിക്കെതിരെ. മാത്രമല്ല, റിനിയും വി ഡി സതീശനും നിൽക്കുന്ന ചിത്രമൊക്കെ റിനി പങ്കുവച്ചിരുന്നു. റിനി പല നേതാക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ശേഷമൊക്കെ പങ്കുവച്ചിരുന്നതൊക്കെ കണ്ട ഞെട്ടലിലാണ് എന്തായാലും UDF-ന്റെ ഇത് മാങ്കൂട്ടത്തിന്റെ ശിഷ്യന്മാർ. എന്തോ ആകട്ടെ, റിനി തന്നെയാണ് താരം. മാങ്കൂട്ടത്തിനെ താങ്ങി നടക്കുന്നവരൊക്കെ ഏത് ചെളിക്കുണ്ടിലാണ് വീഴാൻ പോകുന്നത് എല്ലാവർക്കും അറിയാമെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.